ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഏതൊരു സ്ലീവ് ആണെങ്കിലും അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പാറ്റേൺ വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മെറ്റീരിയൽ വേസ്റ്റ് ആയി പോകത്തില്ല. കറക്റ്റ് ഒരു നോട്ട് പോലെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് നോട്ടിലേക്ക് അതേപോലെ വരച്ചെടുക്കാനാണെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് നോക്കുകയും ചെയ്ത്. ഇപ്പോൾ ഞാനൊരു പ്ലെയിൻ ഷീറ്റിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ട മെറ്റീരിയലാണ് ഇതെന്ന് വിചാരിക്കുക. ആദ്യം ഞാൻ അതിനെ രണ്ടായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിലാണ് നിങ്ങൾ കട്ട് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ലീവേ കിട്ടുകയുള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലെ സ്ലീവും കൂടെ നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാലായിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത്. ഇതേപോലെ ഇതിപ്പോൾ മെറ്റീരിയൽ ആണെന്ന് തന്നെ വിചാരിച്ചാൽ മതി. പിന്നെ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് നല്ല നീളമുള്ള ഇപ്പോൾ ഫുൾ സ്ലീവൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീളം കിട്ടുന്ന രീതിയിൽ, ഫോൾഡ് വരുന്ന സ്ഥലത്ത് അതിനനുസരിച്ചുള്ള നീളം കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ മെറ്റീരിയൽ എടുക്കാനായിട്ട്. അത്രത്തോളം മെറ്റീരിയൽ എടുത്തിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നാലും ഞാൻ ഫോൾഡിൻ്റെ പോർഷൻ ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ഇറക്കം വേണ്ടെടുത്ത് കറക്റ്റായിട്ട് ആ ഇറക്കം കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഓപ്പൺ പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മളുടെ ഫോൾഡ് വരുന്നത്. അതായത് ഈ ഒരു സൈഡിൽ നമ്മൾ ഈ നാലായിട്ട് മടക്കിയത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പൊസിഷനിലാണ് ഫോൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഈ ഒരു സൈഡിലല്ലാതെ നമ്മൾ വേറെ എവിടെയെങ്കിലുമാണ് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇറക്കം എടുക്കുന്നത് അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ രണ്ട് പീസായി പോവുകയും നമുക്ക് ആ ഒരു സ്ലീവ് കിട്ടാതെ വരികയും ചെയ്യും. സ്ലീവ് രണ്ട് പീസായി പോവും. പിന്നെ അത് നമ്മൾ യോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൂട്ടിയടിക്കണം, അപ്പോൾ മെറ്റീരിയൽ വൃത്തികേടായി പോവും. അപ്പോൾ ഇതേപോലെ ഫോൾഡ് നമുക്ക് ഈ ഒരു സൈഡിലാണ് നമ്മൾ ഇറക്കം, ഫോൾഡിൻ്റെ സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫോൾഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പൺ പോർഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പോർഷനാണ് ഫോൾഡ്. ഈ ഫോൾഡിലാണ് നമ്മൾ നമ്മുടെ മെറ്റീരിയലിന് സ്ലീവിന് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇങ്ങനെ ഫോൾഡിൻ്റെ ആ ഒരു മേളിൽ നിന്ന് താഴെ വരെ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് നിങ്ങൾ മെഷർമെൻറ്റ് ഇപ്പോൾ കയ്യിലെടുക്കുമല്ലോ. ഇപ്പോൾ മുട്ട് വരെയാണെന്നുണ്ടെങ്കിൽ അത് എത്ര ഇഞ്ചാണെന്ന് നോക്കുക, ഫുൾ സ്ലീവ് ആണെങ്കിൽ അത് എത്ര ഇഞ്ചാണെന്ന് നോക്കുക. എനിക്കിവിടെ ഒരു 10 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 10 ഇഞ്ച് ഇറക്കം മതി എനിക്ക്. അപ്പോൾ ഞാൻ ദേ 10 ഇഞ്ചൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ടേപ്പിൽ. എന്നിട്ട് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്നത് പോലെ മെറ്റീരിയൽ ഇതേപോലെ ഒന്നിങ്ങനെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്കൊരു 20 ഇഞ്ച് വേണമെന്ന് വിചാരിക്കുക, ഫുൾ സ്ലീവ് ആണ് 20 ഇഞ്ച് വേണമെന്ന് വിചാരിക്കുക. ആ 20 ഇഞ്ച് ആ ഫോൾഡിൻ്റെ അവിടെ നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ അത്രയും ലെങ്തിൽ മെറ്റീരിയൽ എടുക്കുകയും വേണം. ഫോൾഡിൻ്റെ പോർഷനിൽ നിങ്ങൾക്ക് അത്രയും ലെങ്തിൽ മെറ്റീരിയൽ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 10 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 10 ഇഞ്ചാണ് എൻ്റെ സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ അകത്ത് 10 ഇഞ്ച് കട്ട് ചെയ്യുമ്പോൾ താഴെ മടക്കി അടിക്കാനുള്ള പോർഷൻ പോകും, മേളിൽ ആം ഹോൾ അറ്റാച്ച് ചെയ്യുന്ന പോർഷനും പോകും. അപ്പോൾ അതിൽ രണ്ടും ഇപ്പോൾ അര ഇഞ്ച് വെച്ച് പോവുകയാണെങ്കിൽ തന്നെ ബാലൻസ് 9 കിട്ടുകയുള്ളൂ ഇറക്കം. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ. തയ്യൽ തുമ്പും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. 20 ഇഞ്ചാണ് ഫുൾ ഇറക്കം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 22 ടോട്ടൽ എടുക്കണം. കാരണം തയ്യൽ തുമ്പ് പോകും. സീം അലവൻസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഇറക്കം കുറയുമല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ മാർക്ക് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് 0 എന്ന് കൊടുക്കാം. പറയുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. ഒരു നോട്ട് പോലെ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് 1 എന്നും കൊടുക്കാം. അപ്പോൾ 0 to 1 ആണ് ഫോൾഡ് ആണത്. 0 to 1 ആണ് നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയുന്നത്. മനസ്സിലായോ? 0 to 1 ആണ് ഇറക്കം. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ നമ്പർ ഇട്ടത്. അപ്പോൾ പറഞ്ഞു തരാനായിട്ട് എളുപ്പമായിരിക്കും. ആ സൈഡ് ഈ സൈഡ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ 0 to 1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് 0 to 1, അതാണ് ഇറക്കം. അപ്പോൾ അങ്ങനെ മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അടുത്തത് 0 to 1 എടുത്തു. ഇനി 1 to 2 ആണ്. ഈ 1 to 2 എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ആം ഹോളായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി പോകുന്ന പോർഷൻ. നമ്മൾ ഈ 1 to 2 നിന്നാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് മെഷർമെൻറ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ 1 to 2 കണ്ടുപിടിക്കുന്നതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക സീം അലവൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് ഇപ്പോൾ ഒരു 36 ആണെന്ന് വിചാരിക്കുക. 36/4 9 + 1 10. അപ്പോൾ ഞാനിപ്പോൾ 10 എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് 32 ആണെന്നുണ്ടെങ്കിൽ
4 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് 9 + 1 36/4 9 9 + 1 എന്ന് പറയുമ്പോൾ 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ 1 to 2 എന്നും പറഞ്ഞിട്ട് മേളിൽ ആം ഹോളിൻ്റെ ആ ഒരു പോർഷന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ദാ 1 നിന്ന് നമ്മൾ 10 ഇഞ്ച് നേരെ തന്നെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെക്കുമ്പോൾ വളഞ്ഞൊന്നും പോകരുത്. നമ്മുടെ ഈ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തേക്കുന്നതൊന്നും ഫോൾഡൊന്നും മാറിപ്പോകരുത്. കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആ 10 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്തത് കാണുന്നില്ലല്ലോ, ഒന്നുകൂടെ കറുപ്പിച്ച് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ 10 ഇഞ്ച് ഇപ്പോൾ മാർക്ക് ചെയ്തത്. അവിടെ 2 ഒന്ന് കൊടുക്കാം. അപ്പോൾ 0 to 1 ഫോൾഡായിരുന്നു, അവിടെയാണ് ഇറക്കം വരുന്നത്. ഇനി ആം ഹോളിൻ്റെ ആ പോർഷന് വേണ്ടിയിട്ട് നമ്മൾ 1 to 2, അതായത് ചെസ്റ്റിൻ്റെ 4/1 കൂടെ സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 to 2 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 1 2, അപ്പോൾ അത്രയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഈ 2 നിന്ന് 3യിലേക്കാണ്. അതും നമ്മൾ ആം ഹോളിൻ്റെ പോർഷന് വേണ്ടിയിട്ട് എടുക്കുന്ന മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇനി അടുത്തത് അതാണ്, അതായത് 2 നിന്ന് 3യിലേക്ക് താഴത്തേക്കാണ് വരുന്നത്. അത് 1 നിന്ന് 2 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുത്തു. ഇനി 2 നിന്ന് 3 ആണ്. അപ്പോൾ കൈക്കുഴിയാണ് 2 to 3 എന്ന് പറയുന്നത്. കൈക്കുഴിയാണ്, കൈയുടെ ഭാഗത്തൊരു കുഴി, ആ ഒരു കർവ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അത് സാധാരണ 3.5 4 വരെയാണ് എടുക്കാറുള്ളത്. ഞാനിവിടെ 4 എടുക്കുന്നത്. 3.5 അല്ലെങ്കിൽ 4 അത്രയും കൈക്കുഴി എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ പോലെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഒരു 3.5 അല്ലെങ്കിൽ 4, ആ ഒരു കൈക്കുഴി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 to 3 ആണ് ഞാനിപ്പോൾ അവിടെ എഴുതിയിട്ടുള്ളത്, കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് ഈ 2 നിന്ന് നേരെ 3യിൽ മുട്ടിച്ചുകൊണ്ട് തന്നെ നേരെ താഴത്തേക്ക് അങ്ങോട്ട് വരച്ചു കൊടുക്കാം. 3 നമുക്ക് വേണം, അതുകൊണ്ടാണ് 3 അങ്ങനെ മാർക്ക് ചെയ്തത്. എന്നാലും 2 നിന്ന് നേരെ താഴത്തേക്ക് ഫുള്ളായിട്ടൊരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. താഴെ വരെ വരച്ചു കൊടുക്കണം. ആ 3 അവിടെ നന്നായിട്ട് കാണുന്ന രീതിയിൽ തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അവിടെ 2 നിന്ന് നേരെ താഴത്തേക്ക് ലൈൻ വരച്ചല്ലോ, അതൊരു 4 എന്ന് പറഞ്ഞിട്ടോ നമുക്ക് കൊടുക്കാം. എന്തായാലും ഓരോ പോയിൻ്റായിട്ടല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏറ്റവും താഴെയായിട്ട് നമ്മുടെ കൈയുടെ വണ്ണം ഉണ്ടല്ലോ, വണ്ണം എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ പകുതി എടുത്താൽ മതി. കാരണം നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തായിട്ടേക്കുന്നത്. ഇത് വിടർത്തുമ്പോൾ നമ്മുടെ കറക്റ്റ് ആ ഒരു വണ്ണം കിട്ടും. അപ്പോൾ ഇപ്പോൾ കൈ വണ്ണം ഇപ്പോൾ 8 ആണെന്നുണ്ടെങ്കിൽ 4 മാർക്ക് ചെയ്യുക, 10 ആണെന്നുണ്ടെങ്കിൽ 5 മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 6 മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ നമ്മൾ സീം അലവൻസ് കൂട്ടിയിട്ട് ഒരു 1 അല്ലെങ്കിൽ 1.5 ഇഞ്ചാണെങ്കിലും കൊടുക്കാം. ഞാനൊരു 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 7.5 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറഞ്ഞു പോകണ്ട, ആവശ്യമില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ ഒരു 7.5 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 2 നിന്ന് വരച്ച ലൈന് 4 എന്നും ഇപ്പം മാർക്ക് ചെയ്തതിന് 5 എന്നും കൊടുക്കാം. 3 4 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ഉണ്ടല്ലോ, 3യിൽ നിന്ന് 5ലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? ആ ഒരു നമ്മുടെ ഷേപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. പിന്നെ ഒരുപാട് ആ 4 വരെ വേണമെങ്കിൽ കട്ട് ചെയ്യാം, പക്ഷേ അത്രയും നമുക്കൊന്നും ആവശ്യം വരത്തില്ല. നമ്മൾ വണ്ണത്തിനനുസരിച്ചിട്ടും പിന്നെ ഇച്ചിരി സീം അലവൻസും കൂടി ഇട്ടിട്ട് എടുത്താൽ മതി. എന്നാലേ ആ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. ഓവറായിട്ട് നമ്മൾ അധികം അങ്ങോട്ട് കൂടുതൽ എടുക്കുകയൊന്നും വേണ്ട. അതുകൊണ്ടാണ് 4 എടുക്കാണ്ടിരുന്നത്. 3യിൽ നിന്ന് 5ലേക്ക് കൊടുത്തു. ഇനി നമ്മൾ 1ൽ നിന്നും 3യിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. 1ൽ നിന്നും 3യിലേക്കാണ് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്നത്. ഇപ്പം നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ വരച്ചു കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടെ ഒരു ലൈനായിട്ട് തന്നെ കറക്റ്റ് വരച്ചു കൊടുത്തിട്ട് പിന്നീടാണ് നമ്മളതൊരു ഒരു കർവ് പോലെ ഒരു ഷേപ്പിലാണല്ലോ നമ്മൾ സ്ലീവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം നമ്മളിതൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മേളിലും താഴേക്കും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങനെ മേളിലേക്കും താഴത്തേക്കും കൊടുത്ത് ഷേപ്പ് വരച്ചെടുക്കുക. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതൊന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏതൊരു സ്ലീവ് ആണെങ്കിൽ തന്നെ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ വരയ്ക്കുവാണ്, എന്നിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരത്തില്ല. ഞാൻ 100% ഉറപ്പ് പറയാം. ഞാൻ പഠിച്ച കാലം തൊട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ ഒരു തുണി പോലും വേസ്റ്റ് ആയിട്ട് പോയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ
ഇങ്ങനെ ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ നിന്നായിട്ട് ഏകദേശം ഒരു പോയിന്റിൽ നമ്മളൊരു 1/2 ഇഞ്ച് മേലിലും പിന്നെ ഈ കൈക്കുഴി വരുന്ന പോർഷനിൽ ഒരു 1/2 ഇഞ്ച് താഴെയും ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തു. മേലിലായിട്ട് നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് കയറ്റിയും കൂടെ, എന്നിട്ട് കൈ കൊണ്ട് ഇതാ ഇതേപോലെ ആ കയറ്റിയ 1/2 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് ഇതാ ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ? എന്നിട്ട് നേരെ ഇതാ കൈക്കുഴിയിലേക്ക് നമ്മൾ മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സ്ലീവിന് ആ ഒരു ഷേപ്പ് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഒരു ചുളിവ് പോലെയൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ സ്ലീവ് വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ ഇരിക്കുന്നതാ. അപ്പോൾ ഇതേപോലെ നമ്മളതൊന്ന് ഡാർക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. അതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ സ്ലീവ് മെറ്റീരിയലിൽ നിന്ന് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു കത്രിക എടുക്കുക. എന്നിട്ട് ആ വരച്ച ഷേപ്പിലൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ഒരു വെയിറ്റൊക്കെ വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് വെച്ച് തുണി തെന്നി മാറിപ്പോവാത്ത രീതിയിലൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്യാം. നിങ്ങളുടെ വശത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഇരുന്നെടുത്ത് തന്നെ ഇരുന്ന് കട്ട് ചെയ്ത് ചിലപ്പോൾ വളഞ്ഞ് അങ്ങനെയൊക്കെ പോകും. തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വശത്തിന് തെറ്റി പോകാത്ത രീതിയിൽ എങ്ങനെയാണോ വെക്കേണ്ടത് ആ ഒരു വശത്തിനൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ ഇരുമ്പിൻ്റെ കത്രികയില്ലേ, അതിന് വെട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിയാവത്തില്ല. എനിക്ക് ഒട്ടും ശരിയാവത്തില്ല. എനിക്ക് ഈ കത്രിക പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ലീവിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത്. മേളത്തെ ആ ഒരു കർവ് പോർഷൻ അത് കണ്ടല്ലോ, ആ കർവ് പോർഷനാണ് നമ്മൾ സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ ഈ ഒരു പോർഷനാണ് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു പോർഷനായിട്ട് നമ്മൾ ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു സെൻറ്റർ പോർഷനൊക്കെ വരുമല്ലോ ഷോൾഡറായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതാ സെൻറ്ററിലായിട്ട് ചെറിയൊരു കട്ട് ഇതേപോലെ കൊടുക്കുക. ഒരുപാട് ഇറക്കി കട്ട് ചെയ്യരുത്. ഇതാ ഇതേപോലെ ഒരു ചെറിയ കട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തേക്കുന്ന പോർഷനും ഈ ഒരു പോർഷനും കൂടെ, അതായത് നമ്മൾ വെട്ടിക്കളഞ്ഞ ഒരു പോർഷനും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും സെൻറ്റർ എവിടെയാണെന്നുള്ളത്. അല്ലെങ്കിൽ സെൻറ്ററൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ വൃത്തികേടാവും. അതുകൊണ്ടാണ്. അപ്പോൾ അതേ നമ്മുടെ 2 സ്ലീവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബെങ്കിലും ചെയ്തേക്കണേ.